എനിക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഇതിന്റെ റിസൾട്ട് കിട്ടിയതാണ് ഈ ഒരു സാധനം. ഈ ഒരു നാൽപ്പാമരാതി തൈലത്തെ പറ്റി കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുവിധം എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയായിരിക്കും. ഒരുപാട് പേരിന്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് ഇത് വർക്കാവും, ചിലർക്ക് ഇത് വർക്കാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് എനിക്കിത് പേഴ്സണലി എന്തുമാത്രം എഫക്ട് ചെയ്തു എന്നതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പറയുന്നത്. ഞാൻ വെറുതെ പറയുമല്ല, എന്റെ ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് അത്രമാത്രം റിസൾട്ട് കിട്ടിയതാണ് ഈ ഒരു ഓയിൽ. ഡയറക്റ്റ് ഓയിൽ മാത്രമല്ല യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാം. ഈ ഓയിൽ തേക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് കാര്യമാണ് എൻ്റെ മുഖം നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകുക എന്നത്. ഞാനിപ്പോൾ ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഓയിൽ ആവശ്യത്തിന് എനിക്ക് കയ്യിൽ എടുക്കാറുള്ളൂ. കയ്യിൽ ആവശ്യത്തിന് മാത്രമേ എടുക്കാറുള്ളൂ. ഈ ഒരു അളവിൽ ഞാൻ ഓയിൽ എടുക്കാറുണ്ട്. ഇതിനെ ഞാൻ എൻ്റെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഫേസിൽ മാത്രമല്ല, എൻ്റെ ബോഡി ഫുൾ ഞാൻ ഈ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്ന ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ബോഡിയിലെ കംപ്ലീറ്റ് ടാൻ മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെളുത്തിട്ട് പാറും എന്നല്ല, നമ്മളുടെ ബോഡിയിലെ ആ ഒരു ടാൻ ഒന്നിക്കുമല്ലോ നമ്മൾ വെളിയിലോട്ടൊക്കെ പോയി ഒരു അഴുക്കൊക്കെ ആയിരിക്കുന്ന ആ ഫേസിൽ ആ ഒരു ഇത് മാറുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിത് മുഖത്തൊക്കെ തേച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ ബോഡി ഫുൾ ഒരു മസാജ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഞാനിതിനെ എൻ്റെ ബോഡി തന്നെ ഇട്ടിരിക്കും കേട്ടോ. ഞാൻ രാവിലെ അല്ല, വൈകുന്നേരങ്ങളിലാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഈ ഒരു റൊട്ടീൻ തന്നെയാണ് നോക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മുമ്പായിട്ട് എൻ്റെ ബോഡിയിൽ ഫുള്ളായിട്ട് ഈ ഒരു ഓയിൽ തേച്ചിടുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം. നമ്മൾ ഈ ഒരു കാര്യം എല്ലാവരും ചെയ്യുന്നതാണ്. ഓയിൽ തേക്കുന്നു, എല്ലാവരും ചെയ്യുന്ന സ്റ്റെപ്പുകൾ തന്നെയാണ്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സ്റ്റെപ്പ്. ഞാൻ ഈ ഓയിൽ ചെയ്തതിന് ശേഷം ഒരിക്കലും എൻ്റെ ഫേസിലോട്ട് ഡയറക്റ്റ് ആയിട്ട് സോപ്പോ ഫേസ് വാഷോ ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല. ഞാൻ പകരം യൂസ് ചെയ്യുന്ന 2 പൊടികളാണ് അത് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഒരു ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് ഫേസിൽ എനിക്ക് ഒരുപാട് പാടൊക്കെ വന്നപ്പോൾ ഞാനൊരു ആയുർവേദ ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നതാണ് ഈ ഒരു പൊടിക്കൈ. വെറും 2 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ എങ്കിലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പയറുപൊടിയും റോസ് പൊടിയുമാണ്. ഇതിലോട്ട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ പാലും, ഓയിലി സ്കിൻ ആണെങ്കിൽ തൈരും, പിന്നെ റോസ് വാട്ടറും എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഡയറക്റ്റ്ലി നമ്മളുടെ ഓയിൽ തേച്ച് വെച്ചിരിക്കുന്ന ഫേസിലോട്ട് അപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോർമൽ ടാപ്പ് വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. ഇതിന്റെ ഒരു വിസിബിൾ ചേഞ്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളൊരു ബ്രൈറ്റ് ടു ബി ആണെങ്കിലോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബോഡിയിൽ നല്ല ടാനിങ്ങോ സ്കിൻ ബ്രൈറ്റനിങ്ങോ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആയുർവേദിക് സ്കിൻ ബ്രൈറ്റനിങ് റെമഡിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും റെമഡി അറിയാമെങ്കിൽ അതുകൂടെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട.